ആവശ്യങ്ങളുണ്ടെങ്കിലും മതി ചൂസ് ചെയ്യാം. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോ അടുത്തൊരു പാട്ടിലേക്ക് പോകണം എന്നായിരിക്കും നിങ്ങളുടെ ആഗ്രഹം. പക്ഷേ അതിനു മുന്നേ നമ്മൾ നറുക്കെടുപ്പിലേക്ക് കടക്കാൻ പോവുകയാണ്. കാരണം ഇത്രയും സമയം നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന് തീർച്ചയായിട്ടും ആ ഒരു നറുക്കെടുപ്പ് കൂടി സാക്ഷ്യം വഹിക്കാനാണ്. സോ ആ ഒരു നറുക്കെടുപ്പിലേക്ക് നമ്മൾ കടക്കുന്നു. ഹനാനായിരിക്കും നറുക്കെടുക്കുന്നത്. ആൻഡ് ഹനാന്റെ കയ്യിൽ നിന്നും തന്നെ ആൾക്ക് സമ്മാനം ലഭിക്കും. പേര് വിളിക്കുന്ന ആള് ഇവിടെ ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ് കേട്ടോ. അപ്പം ഹനാൻ നറുക്കെടുക്കാൻ വേണ്ടി പോവാണ്. നമ്മളിതാ ഈ വേദിയിൽ വെച്ച് നമ്മുടെ മൈജി ഒഫീഷ്യൽസിന്റെ സാന്നിധ്യത്തിൽ ഹനാൻ തന്നെ പ്രഖ്യാപിക്കുന്നോ? ഹനാൻ തന്നെ ഒന്ന് വായിക്കുന്നോ? വായിക്കാൻ എത്ര പണി ഉണ്ടാവില്ല. ഷാനു ഉണ്ടോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ നമ്പറിന്റെ ലാസ്റ്റ് വായിക്കാം. അയ്യോ, ഇത് വലിയ നമ്പറാണ്. അല്ല, ഓക്കെ, 3605 എന്ന നമ്പറിൽ അവസാനിക്കുന്ന എം ഷാനു ഇവിടെ ഉണ്ടോ? ഷാനുവേ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? മൊബൈൽ നമ്പർ 3605 ലാസ്റ്റ്. മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് 3605. രണ്ട് നമ്പർ ഉണ്ട്. രണ്ട് നമ്പറിന്റെ ലാസ്റ്റ് 3605 ആണ്. ഷാനു ഉണ്ടോ? ആളിലേക്ക് നമ്മൾ മാറ്റാൻ പോവാണ്. ഒരു തരം, രണ്ട് തരം, മൂന്ന് തരം മാറ്റി. അസാധു. ഓക്കെ, ഇത് കയ്യിൽ തന്നെ വേണേ. ഓക്കെ, അടുത്ത ഭാഗ്യശാലി ആരാണ് നമ്മൾ നോക്കാൻ പോവാണ്. ഇപ്പോ ഹനാൻ ഒരു സമ്മാനമാണ്. ഉണ്ടോ? ഷാനു ഉണ്ട്. ഒരു മിനിറ്റ് എടുക്കല്ലേ. ഷാനു ഉണ്ടോ? ആണ്. ഓടി പോയി. റോഡാണ്, കടക്കുമ്പോ നോക്കണം. വളരെ ശ്രദ്ധാപൂർവം ഇപ്പുറത്തേക്ക് തരാം. ഓക്കെ, ഷാനു വേദിയിലേക്ക് എത്തുന്ന സമയം കൊണ്ട് നമ്മൾ അടുത്ത വാല്യൂ ആഡഡ് സർവീസസിന്റെ ലോഞ്ചിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ പ്രൊട്ടക്ഷൻ പ്ലാൻ ഇവിടെ നിങ്ങൾക്കായിട്ട് ഹനാൻ ഷാ ലോഞ്ച് ചെയ്യുകയാണ്. അത് ലോഞ്ചിങ് നിർവഹിക്കാനായിട്ട് ഹനാനെ ഞാൻ മുന്നോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. along with the officials on stage. ഷാനു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഒഫീഷ്യൽസ് ഒന്ന് കൺഫേം ചെയ്യണം. ദിസ് ഇസ് പ്രൊട്ടക്ഷൻ പ്ലാൻ. നിങ്ങളുടെ ഫോണ് വെള്ളത്തിൽ വീണാലും പൊട്ടിയാലും ഇനി അടുത്തതായിട്ട് ഈ വേദിയിൽ നമ്മുടെ മൈജി കെയറിന്റെ ലോഞ്ചിങ്ങിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മൈജി കെയർ കേരളത്തിലുടനീളം സുതാര്യവും ഒപ്പം തന്നെ സുരക്ഷിതവുമായ 130-ൽ പരം ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ് സെന്ററുകളാണ് മൈജി കെയറിലൂടെ നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നത്. ഇനി അടുത്തതായിട്ട് MIT മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ലോഞ്ചിങ് ആണ് ഇവിടെ നിങ്ങൾക്കായിട്ട് നമ്മൾ സമർപ്പിക്കുന്നത്. ഇതെല്ലാം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഹനാൻ ഷാ. ഇനി അടുത്തതായിട്ട് ഷാനു ഇവിടെ എത്തിയോ? എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നമ്പർ കൺഫേം ചെയ്യുന്നു. നമുക്ക് ഇന്ന് ഗോൾഡ് കോയിൻ കൊടുത്താലോ? യെസ്, ഗോൾഡ് കോയിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിന്നേഴ്സിനെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആദ്യം തന്നെ നമ്മുടെ താണ ഫ്യൂച്ചറിൽ നിന്നും, മൈജി ഫ്യൂച്ചർ കണ്ണൂരിൽ നിന്നും വിന്നറായിട്ടുള്ള ഷിൻസി അജിത്തിനെ വേദിയിലേക്ക്. മൈജി ഓണം മാസ് ഓണം സീസൺ 3 ഷാനു ഇതാണോ? നമ്മുടെ LED TV സ്വന്തമാക്കിയിട്ടുള്ള ഷാനുവിനെ നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. യെസ്, അങ്ങനെ നമ്മുടെ ഷാനുവിനെ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ആദ്യത്തെ മണിക്കൂറിലെ 43-inch LED TV നമ്മളിതാ ഈ വേദിയിൽ വെച്ച് ഹനാൻ ഷായുടെ കയ്യിൽ നിന്നും ഷാനു ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഓ വൗ, കൺഗ്രാറ്റുലേഷൻസ്. ഷാനുവേ പോകല്ലേ? ഷാനു ഇവിടെ വന്നേ. ഇത് ഒന്ന് സൗണ്ട് കുറയ്ക്കാമോ? പ്രതീക്ഷിച്ചോ? ഇല്ല. എന്താ ഇപ്പൊ പറയാനുള്ളത്? മൈജിയിൽ സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ടോ? മൈജിയെ കുറിച്ച് എന്താ പറയാനുള്ളത്? എല്ലാം കൂടി ഒരു അമ്പലത്തിലാണുള്ളത് അല്ലേ? ഹനാന്റെ കയ്യിൽ കിട്ടിയതിനെ കുറിച്ച് എന്ത് പറയാനുണ്ട്? വളരെ സന്തോഷം. ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, ആള് ഭയങ്കര എക്സൈറ്റഡ്. ഇങ്ങനെ ബമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് സന്തോഷം വരാത്തത് അല്ലേ? നല്ല കൈഡി കൊടുത്തത്. താങ്ക് യു സോ മച്ച് ഷാനു. അപ്പൊ നമ്മൾ ഇനി അടുത്തതായിട്ട് ഗോൾഡ് കോയിനിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആദ്യം തന്നെ നമ്മുടെ താണ മൈജി ഫ്യൂച്ചർ, അതായത് കണ്ണൂരുള്ള താണ മൈജിയിൽ നിന്നും ഗോൾഡ് കോയിൻ സ്വന്തമാക്കിയിട്ടുള്ള വ്യക്തിത്വങ്ങൾ എത്തിച്ചേരുകയാണ്. ദിസ് ഈസ് ഷിൻസി അജിത്ത് ഫ്രം താണ മൈജി ഫ്യൂച്ചർ. മൈജി ഓണം മാസ് ഓണം സീസൺ 3യുടെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കാൻ ബാക്കി വെച്ചിട്ടുള്ള 3-4 ഗോൾഡ് കോയിൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ടോട്ടൽ
30 ഗോൾഡ് കോയിൻസ് ആണ് നമ്മൾ പ്രഖ്യാപിച്ചത്. ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മൾ കോട്ടയത്ത് വലിയൊരു ഇവന്റ് വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇനി അടുത്തതായിട്ട് വേദിയിലേക്ക് നെക്സ്റ്റ് വിന്നർ എത്തിച്ചേരുകയാണ്. ആൻഡ് ഇത്തവണ വേദിയിലേക്ക് പെരുമ്പ ഫ്യൂച്ചറിൽ നിന്നും ശേഖരൻ എത്തിച്ചേരുന്നു. പെരുമ്പ ഫ്യൂച്ചറിൽ നിന്നും ശേഖരനെ ഞാൻ വേദിയിലേക്ക് ക്ഷമിക്കണം, പേരാമ്പ്ര ഫ്യൂച്ചറിൽ നിന്നും ശേഖരനെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം ശേഖരൻ. നല്ലൊരു കൈ നൽകിക്കൊണ്ട് ശേഖരനെ ഞങ്ങളിത് ഇൻവൈറ്റ് ചെയ്യുന്നു ഫ്രം പേരാമ്പ്ര ഫ്യൂച്ചർ. അപ്പം വേദിയിലെത്തിയ ഷിംസിക്ക് നന്ദി അറിയിക്കുകയാണ്. ഇനി അടുത്തത് ശേഖരൻ വേദിയിലേക്ക് എത്തിച്ചേരുന്നു. ആൻഡ് ഓൾസോ അരുൺ ഫ്രം നടക്കാവ് ഫ്യൂച്ചർ. അടുത്തതായിട്ട് അരുൺ ഫ്രം നടക്കാവ് ഫ്യൂച്ചർ. കൈൻഡ്ലി കം ഫോർവേഡ്. അരുൺ ഫ്രം നടക്കാവ് ഫ്യൂച്ചർ. ദിസ് ഇസ് ശേഖരൻ. ഇനി അടുത്തതായിട്ട് താങ്ക് യു സോ മച്ച് മിസ്റ്റർ ശേഖരൻ. നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ മൈജി ഓണം മാസ് ഓണം സീസൺ 3യുടെ ഭാഗമായിട്ടുള്ള സമ്മാനങ്ങളാണ് നമ്മളിപ്പോൾ നൽകിയത്. ഓൾറെഡി കോട്ടയത്ത് വെച്ച് വലിയൊരു ഇവന്റ് നമ്മൾ നടത്തിയതാണ്. ശേഖരൻ ചേട്ടാ താങ്ക് യു, രണ്ടുപേർക്കും താങ്ക് യു. ഇനി അടുത്തത് മിസ്റ്റർ അരുൺ. കൈൻഡ്ലി കം ഫോർവേഡ്. നടക്കാവ് ഫ്യൂച്ചറിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള മിസ്റ്റർ അരുണ് ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിലൂടെ ലഭിച്ചിട്ടുണ്ട്. അരുണിന്റെ വേദിയിലേക്ക് ഞങ്ങൾ ഇതാ സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, നല്ലൊരു കൈ നൽകാം. യെസ്, ഗോൾഡ് കോയിൻ ആണ് മൾട്ടി ഓണം മാസ് ഓണം സീസൺ 3യുടെ ഭാഗമായിട്ട് നമ്മൾ നൽകുന്നത്. വേദിയിൽ എത്തിച്ചേർന്ന എല്ലാ ഒഫീഷ്യൽസിനും താങ്ക് യു. എല്ലാവരെയും ഞങ്ങൾ തിരിച്ച് സദസ്സിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു. പെർഫോമൻസ് കാണണ്ടേ? പാട്ട് കേൾക്കണ്ടേ? ആദ്യം ഏത് വേണം? ആദ്യം ഏത് വേണം? ഏത് വേണം? ഹനാൻ എന്താണ് തീരുമാനിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. സ്റ്റേജ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. വേദിയിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവര് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഞങ്ങൾ താഴേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഹനാൻ മാത്രം. ഓക്കെ ഓക്കെ, രണ്ട് ഡ്രോയിങ് നമ്മളിവിടെ ഹനാനായിട്ട്. ഓക്കെ, ഇദ്ദേഹം നല്ലൊരു കൈഡ് നൽകാം. ചെവി കേൾക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു മോനാണ്. നല്ലൊരു കൈഡ് നൽകാം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. അദ്ദേഹത്തിന്റെ കഴിവ് തീർച്ചയായിട്ടും നമ്മുടെ ഷാജിക്കയുടെ പണം കേട്ടോ. ഷാജിക്കയുടെ പണം ഇവിടെ വെച്ച് നൽകുകയാണ്. ആ മോന് നല്ലൊരു കൈഡ് കൊടുത്തേ. ഇത്തരത്തിലുള്ള കഴിവുകൾ തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഫോട്ടോ എടുക്കാൻ വേണ്ടി. യെസ്, അവനൊരു ആഗ്രഹമുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. വേദിയിലുള്ള ബാക്കിയുള്ള മൈജി ഒഫീഷ്യൽസ് എല്ലാവരും ഈ ഫോട്ടോന് ശേഷം ഞങ്ങളെ താഴേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. എല്ലാവരെയും. ഹനാൻ മാത്രം വരും. ഒരു ഫോട്ടോ കൂടി നമ്മൾ നൽകുകയാണ് പെട്ടെന്ന് തന്നെ. ഒരു ഫോട്ടോ കൂടി നമ്മൾ പെട്ടെന്ന് നൽകുന്നു. യെസ്, നമ്മുടെ എല്ലാ കലാകാരന്മാർക്കും നമ്മളെ പ്രോത്സാഹനം നൽകുകയാണ്. ശരിക്കും ഈ വേദിയിൽ വെച്ച് ഇത്തരത്തിൽ ഒരു സമ്മാനങ്ങൾ നൽകുക, ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് നമുക്ക് സ്പീഡപ്പ് ആക്കാം കേട്ടോ, സ്പീഡപ്പ് ആക്കാം. ഓ, ചിരട്ടയിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. ചിരട്ടയിൽ നല്ലൊരു കൈഡ് കൊടുത്ത ചിരട്ടയിൽ ഹനാന്റെ ഒരു പിക്ചർ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു എഫേർട്ട് ഒക്കെ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. താങ്ക് യു സോ മച്ച്. അപ്പൊ എല്ലാവരെയും ഞങ്ങൾ താഴേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഓൾ ദി ഒഫീഷ്യൽസ്, മൈജി ഒഫീഷ്യൽസ് എല്ലാവരെയും സ്റ്റേജിൽ നിന്നും താഴേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഓക്കെ, വേദിയിൽ എത്തിച്ചേർന്നു എല്ലാവരെയും ഞങ്ങൾ താഴേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. താഴേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. സ്റ്റേജ് ഫുൾ ഹനാന് വേണ്ടി നമ്മൾ നൽകുകയാണ്. ഓക്കെ, റെഡി, ഓൾ സെറ്റ്, മൂവിംഗ് ഓൺ ടു ഹനാൻസ് പെർഫോമൻസ്. നല്ലൊരു കൂവൽ എനർജി ഉണ്ട്. ഒരിക്കൽ കൂടി 3, 2, 1, here we go. Oh my God, what an energy. Moving on to Hanan's performance. ഏത് പാട്ട് കേൾക്കണം എല്ലാവർക്കും? ഹലോ, കുറച്ച് ഔട്ട് കുറച്ചുകൂടി വാക്കിൽ എന്താണ് സൗണ്ട് വരുന്നത്? അതൊന്ന് കട്ട് ചെയ്ത്. ഓക്കെ, സെൻട്രലിലേക്ക് കേരളട്ടോ. Ladies and gentlemen,
ഇൻസാലിനെ കേട്ടിട്ടുണ്ടോ? ഇഷ്ടാണോ? ഓക്കെ. സോ മസ്ക് കേട്ടോ? ഇഷ്ടപ്പെട്ടോ? നീലപ്പുഞ്ചിരി കേട്ടോ? ഇഷ്ടായ? ചെമ്മാട്ടുകാരെല്ലാം ഇഷ്ടക്കാരന്നെ, ഇഷ്ടത്തിനൊരു കുറവുമില്ല. അപ്പോ ആക്ച്വലി ഈച്ചൂടെ വന്നില്ല എന്ന് കഴിഞ്ഞ മാസാ. ഞാന് ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഈച്ചുവിനോട് ചോദിച്ചു, ഈച്ചോ ഈ പോരണ ചോദിച്ചു. ഞാനിനി ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഈ അവിടെ പോയിന്ന് ചോദിച്ചു. ഞാൻ ഇപ്പൊ അടുത്ത് പോയിരുന്നുള്ളൂ. എങ്ങനെയുണ്ട് ആൾക്കാർ? ഒരു പേടി മേടിക്കണ്ട, സൂപ്പറാണ് പറഞ്ഞു. അപ്പൊ ആ ഒരു ഗ്യാരണ്ടീന്റെ പുറത്താണ് കയറിപ്പോൾ. ഈച്ചുവിനും കൂടി ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ചെമ്മാട്. സോ അതുപോലെ തന്നെ എനിക്കിവിടെ ഒരു ചെമ്മാട്ടുകാരൻ, എൻ്റെ ഒരുപാട് വിജയങ്ങൾക്ക് പുറകിലുള്ള ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ അടുത്ത പാട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞ കേട്ടോ. അത് നിങ്ങൾക്ക് അറിയില്ലല്ല? ചെമ്മാടുള്ള ഒരാള് ഇതിന്റെ പാട്ടിന്റെ ഒക്കെ ബാക്കിലുള്ളതായിട്ട് അറിയോ? ഇല്ലല്ലോ. അത് ഓനും എവിടെയും പറയുന്നില്ല. അപ്പൊ ഞാൻ അടുത്ത പാട്ട് കഴിഞ്ഞിട്ട് പരിചയപ്പെടുത്തി തരാം. ഓക്കെ. ഓക്കെ, കുറെ പേര് ഫോട്ടോ എടുക്കാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. നമുക്ക് അതൊക്കെ എടുക്കാം കേട്ടോ. അല്പസമയം നമുക്ക് കുറച്ച് പാട്ടുകൾ കേൾക്കാം. എന്തായാലും വെയിലത്ത് ഇത്രയും പേര് നിൽക്കുന്നതല്ലേ, നമുക്ക് പെട്ടെന്ന് പാട്ടുകൾ കേൾക്കാം. ഓവർ ടു ദി നെക്സ്റ്റ് സോങ്. റെഡി? അടുത്ത പാട്ടിലേക്ക് നമ്മൾ കടക്കുക.
ഇറങ്ങിയിരുന്നു. सब कुछ बिखरा 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 सा रूठा रूठा चुप ना है चुप है राजा बोले कैसे देना സോ ആ പാട്ട് ആണ് എൻ്റെ സത്യം പറഞ്ഞാൽ മുസ്തഫ ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ പാട്ടാണ് കൂടുതൽ ആൾക്കാർ ഏറ്റെടുത്ത് പാടി. ആ സിനിമയിലെ ആൾക്കാർ മൊത്തം അത് ഷെയർ ചെയ്തു. എല്ലായിടത്തും എത്തി മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടി. അപ്പൊ ആ പാട്ടിന്റെ പുറകില് ഒരു ചെമ്മാടുകാരനാണ് ഉണ്ടായിരുന്നത്, ജസീം. ഒരു നല്ല കൈയടി, ഒരു ഉഷാറ് കൈയ്യടി കൊടുത്തേ, ഒരു ജസീം. നല്ല കൈയടി, നാട്ടിലത്തെ എല്ലാവരും നല്ല കൈയടി കൊടുത്തേ. ശരിക്കും നിങ്ങൾ ചെമ്മാടുകാരെ ഈ ഒരു കൈയ്യടി നൽകുമ്പോൾ അത് വലിയൊരു അംഗീകാരം, ശരിക്കും ഓസ്കാർ പോലുള്ള അംഗീകാരമാണ്. സ്വന്തം നാട്ടിൽ നിന്നും ഒരു കൈയ്യടി ലഭിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കൈയ്യടി. all of you. ജസീമാണ് ആ പാട്ടിന്റെ ഷൂട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്റെ മലർത്തി നൽകാതെ ഒരുപാട് പാട്ടുകൾ വീഡിയോ എടുത്തിരുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ജസീമാണ്. സോ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, ചെമ്മാട്ടുകാരും ഉണ്ട് നമ്മളൊക്കെ ബാക്കില്. നമ്മളൊക്കെ ഇങ്ങനെ എത്തുന്നതിന്റെ പുറകിൽ നിങ്ങളെ നാട്ടിലത്തെ ഒരാളെ കൈയുണ്ട്. ഒറ്റയ്ക്കല്ല പോകുന്നത്, ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് കൊണ്ടാണ് വന്നത്. സോ നെക്സ്റ്റ് അങ്ങനെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, നമുക്കൊരു സെൽഫി വീഡിയോ മൊത്തം ക്രൗഡിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രം മൈജി. സോ ആ ഒരു വീഡിയോ എടുക്കാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, റെഡി? സോ യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മൊത്തം ബസ്സായല്ലോ, വണ്ടികളായല്ലോ, ബ്ലോക്ക് ആയല്ലോ, ഒന്ന് വണ്ടികളെ വിട്ടുകൊടുത്തേ പ്ലീസ്. ഒന്ന് നമ്മളെല്ലാവരും ഒന്ന് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഈ വണ്ടികൾ ഒന്ന് പെട്ടെന്ന് പോകും. അങ്ങനെ 1 സെക്കൻഡ്, ഈ വണ്ടികൾ ഒന്ന് പെട്ടെന്ന് പോകാനുള്ള സൗകര്യം ചെയ്ത് നൽകണം പ്ലീസ്. ബസ് ഒന്ന് മുന്നോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ മാക്സിമം ഒന്ന് അടുപ്പിച്ച് നിൽക്കാമോ? അടുത്ത് നിൽക്കാമോ? അടുത്ത് നിൽക്കാമോ? ബസ് ഇത് പോയി കഴിയുമ്പോൾ ഒരു പാട്ട് പാടി. യെസ്, ഒരു പാട്ട് പാടി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് എടുക്കാം കേട്ടോ. യെസ്, ഒന്ന്
Yes, നമ്മുടെ ഹനാന്റെ കൂടെ തന്നെ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. നമ്മളെല്ലാവരും ഓരോന്ന് വിടി. Yes, sir. ഇത് തന്നെയില്ല, ഇതൊന്നും എടുത്തിട്ട് നമ്മളെല്ലാവരും എടുക്കും. ഓക്കെ, നമ്മൾ എടുത്തിട്ട് പോകണം. ഓക്കെ, ഒന്നാളെ ഇങ്ങോട്ടേക്ക് വിടാമോ? പോവാണോ? ഹനാൻ ready? സോ സത്യം പറഞ്ഞാല് ഞാൻ ഇത്ര ആൾക്കാരൊന്നും ഈ രാവിലെ വെയിലും കൊണ്ട് ഇവിടെ നിൽക്കാൻ വരുന്ന ഒരിക്കലും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. സോ എല്ലാവരോടും ചെമ്മാട്ടിൽ എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. സോ എന്തായാലും ആദര സൂചകമായി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടാവും പോകുന്നത്. താങ്ക് യു സോ മച്ച്. Wow, super. Yes. അപ്പോ ഹനാന്റെ ഫോണിൽ തന്നെ സോ നമുക്ക് കേട്ടോ വീഡിയോ എടുക്കുക, ഇവിടുന്ന് ഇങ്ങനെ വരും. ഈ ക്യാമറ കാണുമ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ടാറ്റ കൊടുക്കണം. ഓക്കെ, Okay, guys, are you ready? Can I hear some noise? All of you! Wow, what an energy! നല്ലൊരു കൈയ്യടി എല്ലാവരും. നല്ലൊരു കൈവീശ്. Yes, അങ്ങനെ നമ്മുടെ ഹനാൻ ഷാനെ കാണാനായിട്ട് Mighty Future-ന്റെ grand inauguration ചെന്ന എല്ലാവരും hands up in the air. Wow, wow. ചെമ്മാടുകാർ എല്ലാവരും ഒരുമിച്ച് തന്ന സ്നേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. All of you, make some noise. Okay, all of you, yes. Big round of applause. എവിടെ എല്ലാവരെയും ഒന്ന് കൈവീശി. All of you together. ശരിക്കും ചെറിയ മക്കളടക്കം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കുള്ള സന്തോഷം ചെറുതൊന്നുമല്ല. നല്ല കൈയ്യടി. Yes, all of you, make some noise. Oh my God, what an energy. Okay. Yes, അപ്പോ ഇതൊക്കെ ഹനാനെ കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയപ്പെട്ടവര് ഇതാ. രണ്ട് സെൽഫിയും കൂടി എടുത്തോട്ടെ. Yes, of course. അപ്പോ ready-അല്ലേ? സെൽഫിക്ക് ready-അല്ലേ? Okay, ഹനാന്റെ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാവരും ചേർന്ന് ഒരു സെൽഫി എടുക്കും കേട്ടോ. എല്ലാവരും യെസ്, എല്ലാവരും ഒരുമിച്ച് തന്നെ നമ്മളിതാ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ്. All set? Okay. Yes, എല്ലാവരും ഒരുമിച്ച്. Make some noise, all of you. ഒരു ഉഷാറായിട്ട് വന്നേ. ഇനി ഈ ഭാഗത്താണ് എല്ലാവരും ഒന്ന് കൈകൊട്ടി. All of you. Yes. ഹനാനെ കാണാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവരെല്ലാവരും യെസ്, നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോ ഫോട്ടോസും ഇന്ന് ഹനാന്റെ പേജിൽ നിറഞ്ഞു നിൽക്കും. ചെമ്മാടുകാർ നൽകിയ സ്നേഹം നമ്മളിതാ നിറഞ്ഞു കാണിക്കാൻ വേണ്ടി പോവാണ്. Okay, yes. ഹനാനെ കുറച്ച് പേര് ഇതാ ഈ സൈഡ് കൂടി ഉണ്ട്. ഇവരെയും കൂടി ഒന്ന് പരിഗണിക്കണേ. ഇവിടെ ഒരു ഹായ് കൂടി, കുറെ പേര് ഇവിടെ ഉണ്ട്. ഹായ് പറയണേ. യെസ്, കുറെ പേര് ഇവിടെയും വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഇനി മറ്റൊരു കാര്യം, നമ്മൾ അടുത്ത പാട്ടിലേക്ക് കടക്കാൻ പോവാണ്. നമ്മുടെ ഷോറൂം ഓപ്പൺ ആണ് എന്ന് അറിയിക്കുന്നു. ഷോറൂമിൽ കയറി പർച്ചേസ് ചെയ്യാനും ഒപ്പം തന്നെ നമ്മുടെ ഷോറൂം എക്സ്പ്ലോർ ചെയ്യാനും എല്ലാവരെയും ഞങ്ങൾ അകത്തേക്ക് സ്വാഗതം ചെയ്യാണ് കേട്ടോ. കുറച്ച് സമയം നിങ്ങൾക്ക് അകത്ത് കയറി നിന്നുകൊണ്ട് നമ്മുടെ ഷോറൂം ഓപ്പൺ ആണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്. സോ ഞാൻ ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കാം. നീയെ പുഞ്ചിരി പാടണോ ചിറാപ്പുഞ്ചി പാടണോ? ചിറാപ്പുഞ്ചിരിയാണ്. നീയെ പുഞ്ചിരി പാടണോ ചിറാപ്പുഞ്ചി പാടണോ? ഓ, നിങ്ങൾ പഠിച്ചു വന്നാ വീട്ടിൽ നിന്ന്. ഒരു ടീം 50% ചിറാപ്പുഞ്ചിയും പറയാം, ഒരു ടീം 50% നീയെ പുഞ്ചിരി. രണ്ടും പാടണം. രണ്ടും പാടാതെ ചെമ്മാട്ടുകാർ വിടില്ല ഹനാനെ, അല്ലേ? അപ്പൊ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഹനാനിക രണ്ടും നമുക്ക് കുറച്ച് പാടിത്തരാൻ പോവാണ്. ശരിക്കും നേരിട്ട് കേൾക്കാനുള്ള ഒരു ഭാഗ്യം തന്നെയാണ് അല്ലെ, നമ്മൾ ഇങ്ങനെ ആരാധിച്ച ആളുകളുടെ പാട്ടുകൾ. ഓവർ ടു ഹനാൻ. സോ ചിറാപ്പുഞ്ചി പാടാം ഫസ്റ്റ്, പിന്നെ നീയെ പുഞ്ചി പാടാം. ഓക്കെ, എല്ലാവരും
അടക്കം കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും താങ്ക് യു. അപ്പൊ നമ്മൾ അടുത്തത് നീ പുഞ്ചിനെ കൂടി പെട്ടെന്ന് കേൾക്കാൻ പോവാണ്. കുറെ സമയമായില്ലേ നമ്മൾ വെയിലത്ത് നിൽക്കുന്നേ. അപ്പൊ നമുക്ക് ഷോറൂം ഒക്കെ കാണണ്ടേ അടുത്ത പാട്ടിലേക്ക്. സോ ആക്ച്വലി ഇനോഗ്രേഷൻസിനൊക്കെ പോകുമ്പോൾ 1, 2 അല്ലെങ്കിൽ 3 പാട്ടാണ് പാടല്. പക്ഷെങ്കിൽ എല്ലാവരും കണ്ടിട്ട് വെയിൽ കൊള്ളത് കൊണ്ടും ഇവിടെ കഷ്ടപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് മുഴുവൻ പാട്ട് പാടാതെ പോകാൻ വയ്യ. അപ്പോൾ അതാണ് എൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ എല്ലാ പാട്ടുകളും ഞാൻ പാടി. നീയപ്പുഞ്ചിരി പാടി, മസ്ക് പാടി. ഇനി പാട്ടാണോ കൂടുതൽ കാണുന്നത്, വ്ളോഗ്സ് ആണോ കൂടുതൽ കാണുന്നത്? വ്ളോഗ് എത്ര പേര് കാണുന്നുണ്ട്? പാട്ട് എത്ര പേര് കേൾക്കുന്നുണ്ട്? ഈക്വൽ. സോ എല്ലാവരും വ്ളോഗ്സ് കാണുന്നുണ്ട്, പാട്ട് കേൾക്കുന്നുണ്ട്. സോ എല്ലാവർക്കും വ്ളോഗ്സ് കാണുന്നവരൊക്കെ കഴിഞ്ഞൊരു 10-12 ദിവസമൊക്കെ ഹാപ്പി ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹാപ്പി അല്ലേ? കാരണം കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം ഞാൻ ലീവിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വ്ളോഗ് ഇടലൊക്കെ തുടങ്ങി. അപ്പൊ ഇന്നലത്തെ വ്ളോഗ് കണ്ടോ? എന്താ ഇന്നലത്തെ വ്ളോഗില് കണ്ടന്റ്? രാധേട്ടൻ വന്നത് കറക്റ്റ് അപ്ഡേറ്റഡ്. അപ്പൊ ചെമ്മാടത്തെ എല്ലാവർക്കും ഇന്ന് രാവിലെ മുതൽ ഇവിടെ വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് നിൽക്കുന്ന എന്നെ പോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് യു ഒരുപാട് ഉമ്മമാരെ എനിക്ക് കാണാൻ പറ്റും, ഫാമിലീസിനെ എനിക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ ചെറിയ കുട്ടികളാണ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഗേൾസ്, ബോയ്സ്, ഇക്കമാര്, ഉപ്പമാര് എല്ലാവർക്കും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി സൂചകമായി ഐ വിൽ സിംഗ് നീയപ്പുഞ്ചിരി. ഓക്കെ. ലോക മൂവിയില് ജയ്ചേട്ടന്റെ മ്യൂസിക്കിൽ ഞാൻ പാടിയിട്ടുള്ള പാട്ടാണ്. ഓൾറെഡി 10 മില്യൺ 12 മില്യന്റെ മുകളില് ഇത് തന്നെ പോയിട്ടുള്ള പാട്ടാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ ദുൽഖറിന്റെ പേജിൽ പോസ്റ്റ് ചെയ്ത പാട്ടാണ്. സോ ഇറ്റ്സ് എ ബിഗ് സോങ് ഫോർ മീ, ബിഗ് ഓപ്പർച്യൂണിറ്റി ഫോർ മീ. സോ എല്ലാവർക്കും ഡെഡിക്കേറ്റഡ് ഐ വിൽ സിംഗ് നീയപ്പുഞ്ചിരി.
യു സോ മച്ച്. വൺസ് അഗൈൻ വന്നവരോട് എല്ലാവരോടും താങ്ക്സ്. അതുപോലെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത്രയും ആൾക്കാർക്ക് ഇവിടെ വന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിൽ നമ്മുടെ ഫുൾ ടീമായിട്ട് ഈച്ചു, ഞാൻ, ബെഞ്ചി, KP, ഫാത്തിമ, എല്ലാവരും, സൽമാൻ, നിഹാൽ, സ്റ്റീല്, എല്ലാവരുമായിട്ടും എനിക്ക് എന്തെങ്കിലും ഇവിടെ വരാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടിക്കായിട്ട് വരണം. അപ്പൊ അന്ന് നിങ്ങൾ വരുമോ? ഉറപ്പാണോ? നോക്കട്ടെ എന്തെങ്കിലും പരിപാടി വെക്കാൻ പറ്റുമോ. സോ വൺസ് അഗൈൻ എന്നെ ഇവിടെ വിളിച്ചതിന് മൈജിക്ക് എന്നെ ഹൃദയം നിറഞ്ഞ നന്ദി. മൈജിയിൽ ക്രിസ്മസ് പ്രമാണിച്ചും ന്യൂ ഇയർ പ്രമാണിച്ചും ഒരുപാട് അനേക ഓഫേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ മസ്റ്റായിട്ടും ആ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഫോണ് അല്ലെങ്കിൽ ഹോം അപ്ലയൻസസ് എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും മൈജിയുടെ ഷോറൂം വിസിറ്റ് ചെയ്യുക, മൈജി ഫ്യൂച്ചർ വിസിറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ ഇനിയും ഒരുപാടധികം മൈജി ഫ്യൂച്ചർ ഇനിയും ഓപ്പൺ ആവട്ടെ. എല്ലാവിധ ആശംസകളും മൈജി ടീമിനും. അതുപോലെ തന്നെ ഷാജിഖാന്റെ അഭാവത്തിൽ ഷാജിഖാക്കും ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഹാനി എൻ്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാണ്. സോ ആളും എൻ്റെ ഇവിടെ ഇല്ല. സോ ആളുടെ അഭാവത്തിൽ മൈജിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ് വൺസ് അഗൈൻ. ഇനി ഞാൻ എന്ത് പറയാൻ, എല്ലാവരോടും നന്ദി. എന്തായാലും ഈ ഏരിയത്തെ എല്ലാ ഉമ്മമാര്, ഇപ്പത്തമാര്, കുട്ടികൾ, എല്ലാവരോടും, ചെറിയ കുട്ടികളായിട്ട് വന്നവര്, എല്ലാ ഫാമിലീസ്, താങ്ക് യു സോ മച്ച്. ഹായ്. ശരിക്കും കുഞ്ഞു മക്കളൊക്കെ ഈ കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, ഇത് തീർച്ചയായിട്ടും ഇത് ഒരു ബൊക്കയുമായിട്ടൊക്കെ ചെറിയ മക്കൾ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. ഒരു ഫോട്ടോ, ആ ആൾക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ. യെസ്, ഇവിടെ ഓൾമോസ്റ്റ് വൈൻഡിംഗ് സ്റ്റേജിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. മൈജി ഫ്യൂച്ചർ നിങ്ങൾക്കായിട്ട് നമ്മുടെ സ്വന്തം ഹനാൻ ഷോ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ബ്യൂട്ടിഫുൾ മൊമെന്റില് ഞങ്ങളോടൊപ്പം വന്ന് നിന്ന് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും ഞങ്ങൾ ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുകയാണ്. ഒരു ആംബുലൻസ് പോകുന്നുണ്ട്, വഴി ഒരുക്കണം പ്ലീസ്. ആംബുലൻസ് പോകുന്നുണ്ട്, എല്ലാവരും സൈഡിലേക്ക് നിൽക്കണം പ്ലീസ്. ആംബുലൻസിനുള്ള വഴി ഒരുക്കണം പ്ലീസ്. ഓൾ ഓഫ് യു. ആംബുലൻസിനുള്ള വഴി ഒരുക്കാൻ എല്ലാവരും സൈഡിലേക്ക് നിൽക്കും പ്ലീസ്. ഓൾ ഓഫ് യു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രൗഢ ഗംഭീരമായിട്ട് മൈജി ഫ്യൂഷന് ചെമ്മാടുകാർക്ക് സമർപ്പിച്ചിട്ടുള്ള ബ്യൂട്ടിഫുൾ മൂമെന്റ് ഇവിടെ നമ്മുടെ ഇനോഗ്രേഷൻ സെറമണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ക്രിസ്മസ് ഓഫേഴ്സിന്റെ ഭാഗമായി, ന്യൂ ഇയർ ഓഫേഴ്സിന്റെ ഭാഗമായിട്ട് നിരവധി സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്ന സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, യെസ്, ഹനാൻഷ ഒരുമിച്ച് നിങ്ങൾ ഓരോരുത്തരുമായിട്ടുള്ള ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ്. താങ്ക് യു ഹനാൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കൈഡി ഹനാനെ നൽകാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ചെമ്മാടിന്റെ സ്നേഹം വാനോളം ഏറ്റുവാങ്ങിച്ചുകൊണ്ട് ഇതാ ഹനാൻ ഈ വേദിയിൽ നിന്നും വിടവാങ്ങുകയാണ്. ഇനി മൈജി ചെമ്മാടുകാർക്ക് സ്വന്തമാവുകയാണ്. മൈജി ഫ്യൂച്ചർ. വണ്ടി ഒന്ന് വരാനുള്ള സൗകര്യം ചെയ്ത് നൽകാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ വണ്ടി അവിടെ ബ്ലോക്ക്ഡ് ആണ്. ദയവ് ചെയ്ത് നമ്മുടെ പോലീസ് ഓഫീസേഴ്സിനോട് അഭ്യർത്ഥിക്കുകയാണ്, ആ ഒരു വണ്ടി, ഹനാന് പോകാനുള്ള വണ്ടി ഒന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നല്ല ബ്ലോക്കാണ്. എന്തായാലും ഈ ഒരു ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് എല്ലാവരും സപ്പോർട്ടും തന്നെ എൻറ്റയർ പോലീസ് ഫോഴ്സിന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ വീണ്ടും അറിയിക്കുകയാണ്. അവരുടെ സപ്പോർട്ട് ഉൾക്കൊണ്ടാണ് തീർച്ചയായിട്ടും ഇത്രയും സ്മൂത്ത് ആയിട്ട് നമുക്കിവിടെ പ്രോഗ്രാം നടത്താൻ സാധിച്ചത്. മൈജി ഫ്യൂച്ചർ ഇത് ചെമ്മാടുകാർക്ക് സമർപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് ഗാഡ്ജറ്റ്സുകളുടെ കമ്പനിയ ശേഖരവുമായി, അത് ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ വൻ ശേഖരവുമായിട്ടാണ് നിങ്ങളിലേക്ക് മൈജി ഫ്യൂച്ചർ എത്തിച്ചേർന്നിരിക്കുന്നത്. യെസ്, നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. ആ വണ്ടി ഒന്ന് ഇങ്ങോട്ടേക്ക് വിട്ട് നൽകാൻ റിക്വസ്റ്റ് ചെയ്യുന്ന ബൗൺസേഴ്സ് കൈൻഡ്ലി ഗെറ്റ് റെഡി. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മുടെ ഷോറൂം ഓപ്പൺ ആണ്.
അകത്ത് കയറി ഈ ചൂടിന് ഇത്തിരി ആശ്വാസമാകാൻ AC കൊള്ളാനും ഒപ്പം തന്നെ നമ്മുടെ പ്രോഡക്ട്സ് നേരിട്ട് കാണാനും എല്ലാവരെയും നമ്മൾ ഷോറൂമിലേക്ക് ക്ഷണിക്കുകയാണ്. ഓക്കെ, നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അനാനെ Ladies and gentlemen,